വീണ്ടും വചനധ്യാനത്തിലേക്ക് സ്വാഗതം. കർത്താവിന് നന്ദി പറയുന്നു. ഇന്നത്തെ വചനം ഫിലിപ്പി 2-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ. അവരുടെ മധ്യേ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. നിങ്ങളെല്ലാവരുടെയും ശുശ്രൂഷകരാകുവിൻ. നമ്മൾ ബൈബിളിൽ ഇത് വായിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും മുറുമുറുപ്പും തർക്കവും ഇല്ലാതെ ചെയ്യുക എന്നത് കുറച്ച് ശ്രമകരമാണ്. അതിന് കർത്താവിൻ്റെ ശക്തി കൂടിയേ തീരൂ. മാനുഷികമായ ശക്തിയാൽ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പില്ലാതെ ചെയ്യുവാനായിട്ട് സാധ്യമായി എന്ന് വരികയില്ല. ഫോർ എക്സാമ്പിൾ, കർത്താവ് തന്നെ നമ്മളോട് പറയുന്നു, നിങ്ങളിൽ ഏറ്റവും വലിയവനാവാൻ ആഗ്രഹിക്കുന്നവൻ മറ്റുള്ളവരുടെ ശുശ്രൂഷകനാണ്. അപ്പം അതൊരു വോളണ്ടറി ആയിട്ടുള്ള ഒരു എഫേർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളിൽ ഏറ്റവും വലിയവനാവാൻ ആഗ്രഹിക്കുന്നവൻ മറ്റുള്ളവരുടെ ശുശ്രൂഷകനാണ്. പക്ഷേ പലപ്പോഴും സംഭവിക്കുക, നമ്മൾ മറ്റുള്ളവരുടെ ശുശ്രൂഷകനാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർ ഇത് നമ്മളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങും. അത് ഇത് കാരണം അവർ ഈ ലോകത്തിൻ്റെ മക്കൾ. അവർ പല കാര്യങ്ങളും they start to take it for granted. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സെർവൻറ്റിൻ്റെ പോലെ വോളണ്ടറി ആയിട്ട് മുന്നേറുമ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അവർ ഇത് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കും. അത് കിട്ടാതെ വരുമ്പോൾ ചിലപ്പോൾ അവർ ആജ്ഞാപിക്കും. അപ്പോൾ നമ്മൾ മുറുമുറുത്ത് പോകും. ഇവിടെയാണ് നമ്മൾ ആ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകിയില്ലെങ്കിൽ അതിന് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. ഇവിടെയാണ് നമ്മൾ ക്രിസ്തുവിനോടൊത്ത് മരിക്കേണ്ടതിൻ്റെ അനിവാര്യത. യഥാർത്ഥ ക്രിസ്തു അനുയായി ക്രിസ്തുവിനോടുകൂടെ ഈ ഭൂമിയിൽ തന്നെ ക്രൂശിക്കപ്പെട്ടു കഴിഞ്ഞു. പിന്നെ അവന് ക്രിസ്തുവാണ് വലുത്. ഈ ലോകത്തിന് അവന് യാതൊരു വിലയുമില്ല. അവൻ ഈ ലൗകികമായ ലോകത്തോട് അവൻ മരിച്ചു കഴിഞ്ഞു. ഇതാണ് യഥാർത്ഥ ക്രിസ്തീയത. പിന്നെ അവൻ ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്നു. അവൻ്റെ പെരുമാറ്റങ്ങളും രീതികളുമെല്ലാം it becomes more like the imitation of Christ. അത് അവൻ അല്ലെങ്കിൽ അവൾ സന്തോഷത്തോടുകൂടെ ചെയ്യുന്നു. എനിക്കത് ചെയ്യാൻ സാധിച്ചുവല്ലോ. ക്രിസ്തുവിനെ പ്രതി അവഹേളിക്കപ്പെടുമ്പോൾ, ക്രിസ്തുവിനെ പ്രതി മറ്റുള്ളവർ കളിയാക്കുമ്പോൾ, അല്ലെങ്കിൽ കുത്തുവാക്കുകൾ പറയുമ്പോൾ, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുമ്പോൾ അവൻ ആഹ്ലാദിക്കുന്നു. കാരണം അവൻ്റെ ലക്ഷ്യം ക്രിസ്തുവാണ്. അവൻ്റെ ലക്ഷ്യം ലോകമല്ല. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത്, കലപ്പയിൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ സ്വർഗരാജ്യത്തിന് അർഹനല്ല. ഇറ്റ് ഈസ് എ ഡിസിഷൻ
whether you want to be with Christ or whether you want to be with this world. ഈ ലോകത്തിൻ്റെ കൂടെ ആകണമോ അതോ ക്രിസ്തുവിനോട് കൂടെ ആകണമോ എന്ന തീരുമാനം ദൃഢമായിരിക്കണം. അല്ലെങ്കിൽ വെറുതെ ചഞ്ചല ചിത്തരായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മാനമാടിക്കൊണ്ടിരിക്കും. അത് എത്ര നിരാശാജനകമായ ഒരു ജീവിതമായിരിക്കും. ഇപ്പൊ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നതല്ല ഞാൻ ചെയ്യുന്നത്. എന്നിൽ തന്നെ രണ്ട് രീതിയിലുള്ള ഒരു പുഷ്. ഒന്ന്, ദൈവത്തോട് അടുക്കാനായിട്ടുള്ള ഒരു അഭിനിവേശം, അതേസമയം ഈ ലോകത്തിൻ്റെ സുഖങ്ങളിലേക്കുള്ള ഒരു വലി. ഇത് രണ്ടും കൂടി ഇത് രണ്ടിൻ്റെ ഇടയിൽ കിടന്നുള്ള ഒരു പടവെട്ടാണ് ക്രിസ്തീയ ജീവിതം. പക്ഷേ നമ്മുടെ ലക്ഷ്യം ലോകത്തോട് മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതിനകത്ത് ഇറങ്ങരുത്. ക്രിസ്തീയ ആത്മീയതയിൽ നമ്മൾ ലക്ഷ്യം വെക്കരുത്. ക്രിസ്തീയ ആത്മീയത എന്ന് പറഞ്ഞാൽ ഈ ലോകത്തോട് മരിക്കുകയും ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ലോകത്തോട് ആത്മീയമായി മരിക്കുകയും ക്രിസ്തുവിനെ ആശ്ലേഷിക്കുകയും ക്രിസ്തുവിനെ അനുകരിച്ച് സന്തോഷത്തോടുകൂടെ ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥ ക്രിസ്തു അനുയായി. ബാക്കിയുള്ളതെല്ലാം ഫേക്കാണ്, ബാക്കിയുള്ളതെല്ലാം തട്ടിപ്പാണ്. ഈ ലോകത്തിൻ്റെ ലൗകികതയോട് മരിച്ച് ക്രിസ്തുവിനെ ആശ്ലേഷിക്കുക, ക്രിസ്തുവിനെ സ്നേഹത്തോടെ ആശ്ലേഷിക്കുക, ക്രിസ്തുവിൻ്റെ ചിറകിൻ കീഴിലായിരിക്കുക. അതാണ് ക്രിസ്തീയത. ക്രിസ്തുവിനെ കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടും, ഇത് കിട്ടും, മറ്റത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഫേക്ക്. കിട്ടിയ ഭാഗ്യം, വിളമ്പുന്നത് ഭക്ഷിക്കാം. ആ ഒരു ഉയർച്ചയിലേക്ക് ക്രിസ്തു നമ്മളെ നയിക്കട്ടെ. നമുക്ക് ഈ ലോകത്തിൽ മുറുമുറുപ്പുകളില്ലാതെ മറ്റുള്ളവർക്ക് സേവ ചെയ്യാം, നഷ്ടങ്ങൾ സഹിക്കാം. ക്രിസ്തു നമ്മളെ അനുഗ്രഹിക്കും. ആമേൻ.